അച്ചോ പറവൂർ ലക്ഷ്മി കോളേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടിരിക്കുമ്പോൾ ഇടുത്തി പോലത്തെ ദുഃഖ വാർത്ത കേട്ടത്. കേട്ട പാതി കേൾക്കാത്ത പാതി പ്രോഗ്രാം നിർത്തിവെച്ച് അതേ ഡ്രസ്സിന് ഓടിപ്പോന്നതാണോ. അച്ഛന്റെ കാലശേഷം കലാദർശന എന്റെ പേരിൽ എഴുതരുമെന്ന് ദേ ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടതല്ലേ അച്ചോ. മരിച്ചു നരകത്തിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെയെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യാമായിരുന്നില്ലേ അച്ചോ. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞില്ല അടുത്ത അവകാശം ഞാനാണെന്ന്. പിന്നെ അച്ഛന്റെ മനസാക്ഷി സൂക്ഷിപ്പാരം ഞാനാ. കലാദർശനയുടെ അനന്തരാവാസി ഞാനാ. അവന്റെ ഒരു തർക്കം എന്തായാലും അച്ഛൻ ഒരു ഷെയർ എനിക്ക് എഴുതി വെച്ചിട്ടുണ്ടോ. നിങ്ങൾ ആരും ബഹളം വെക്കണ്ട. എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചത്തെന്നും കരുതി നീയൊക്കെ റീത്തും വാങ്ങി ആഘോഷമായിട്ട് വന്നിരിക്കല്ലേ. എല്ലാം ഞാൻ കേട്ടാണ് കിടന്നത്. ആരടാ പറഞ്ഞത് ഞാൻ ചത്തു? ഈ ഷിറ്റിമോള് പറഞ്ഞാണോ. മൈ ഗോഡ്, ഞാനോ? നീ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. ഈ ഷിറ്റിമോള് ഫോൺ ചെയ്യണ ഞാൻ കേട്ടാണോ. ഫാദർ തറക്കണ്ണ മിസ് ഡൈഡ് ദ ഹോസ്പിറ്റലിൽ എന്റെ സ്വന്തം ചെവി കൊണ്ട് ഞാൻ കേട്ടാണോ. അപ്പൊ നീയാണ് എന്റെ ചരമക്കുറിപ്പ് അടിച്ചിറക്കിയതല്ലേ? അയ്യോ അച്ഛൻ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ ഡൈ ചെയ്ത് അലർജിയായി ഹോസ്പിറ്റലിൽ കിടക്കാന്നാ ഞാൻ പറഞ്ഞത്. ഡൈ എന്ന് പറഞ്ഞത് മരിച്ചു എന്നാണ് ഈ മണ്ട കരുതിയത്. ഇംഗ്ലീഷ് അറിയാത്തിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? അതേടി, നിന്നെ പോലുള്ളവരെ കൂടെ നിർത്തിയ എനിക്കാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആദ്യം നീ മലയാളം നന്നായി പഠിക്കാൻ ശ്രമിക്കും, പിന്നീട് മതി മദാമയാവുന്നത്. വെറുതെ ആശിപ്പിച്ച് ആന കൊടുത്താൽ ആശ കൊടുക്കരുത് അച്ചോ. എന്താ മോനെ കലാമേ നീ പറഞ്ഞത്? അല്ല, കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് ഈ റീത്തിന്റെ കണക്ക് ഇവിടെ ആരുടെ പേരിൽ എഴുതണം? ഇവിടെ വന്നേ. അത് നിന്റെ ഉമ്മാടെ അടിയന്തരത്തിന്റെ കണക്കിൽ എഴുതിയാ മതിട്ടാ. ഓ മതി, ഇപ്പൊ കണക്ക് ശരിയായി. അച്ഛന്റെ നിലത്തിരിക്കാൻ യോഗമില്ല റീത്തേ. എനിവേ ഷിറ്റിമോളെ, ഷട്ട് അപ്പ്.